സംസ്ഥാനത്ത് LDFും UDFും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ത്രികോണ മത്സരം തൃശൂരിൽ മാത്രമാണെന്നും 20-ൽ 20 സീറ്റും UDF ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം കേരളത്തിൽ നിന്ന് ഇടത് MP-മാർ ജയിച്ചാൽ അവർ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നതിന് എന്ത് ഉറപ്പാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോൽവിയുണ്ടായാൽ രാജിവെക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നും ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ഹസൻ പറഞ്ഞു. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടാകും. മോദിക്കും പിണറായിക്കുമെതിരെ തരംഗം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിന്റെ വിലയിരുത്തലായി കാണാൻ പിണറായിക്ക് കഴിയുമോ? ദയനീയ തോൽവി ഉണ്ടായാൽ രാജിവെക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് അവസാന നിമിഷം CPM-നോടും പിണറായിയോടും ചോദിക്കാനുള്ളതെന്നും ഹസൻ പറഞ്ഞു. വോട്ടിടാൻ പോകുന്നവർ ജനങ്ങളോട് കേന്ദ്രം ചെയ്ത വാഗ്ദാന ലംഘനങ്ങൾ മറക്കരുതെന്ന് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി നിരവധി കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. ആ കള്ളങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെളിവുകൾ അയച്ചു. RSSകാർക്ക് വേണ്ടി കേസുകൾ അട്ടിമറിച്ചു. 300 കോടി രൂപ കരുവന്നൂരിൽ CPM കൊള്ളയടിച്ചു. എന്നിട്ട് എല്ലാം നോർമലാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും CPM അനുമതി നൽകി. BJP തെരഞ്ഞെടുപ്പ് തൂത്തുവാരുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കോൺഗ്രസ് 100 തികയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 20-ൽ 20 സീറ്റും നേടുമെന്ന് സതീശൻ പറഞ്ഞു. തൃശൂരിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് പോരാട്ടം. UDFന് വൻ വിജയമുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ തോൽവിയുണ്ടായാൽ ഉത്തരവാദിത്വം തനിക്കായിരിക്കും. കണ്ണൂരിൽ K സുധാകരൻ ജയിക്കും. BJPയിൽ ചേർന്ന അദ്ദേഹത്തിന്റെ മുൻ MP-യെ നേരത്തെ പറഞ്ഞുവിട്ടതാണ്. പിന്നെ എവിടെ പോയാലും എന്താണെന്നും അദ്ദേഹം ചോദിച്ചു.